ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇടയ്ക്കൊരു കുക്കിംഗ് വീഡിയോ ഇട്ട സമയത്ത് ഒരു ഫിഷ് കറിയുടെ ആണേ. അതിട്ട സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ കിച്ചണിലെ പുതിയ അതിഥിയാണ്. പ്രീതി സോഡിയാക്കിന്റെ മിക്സർ ഗ്രൈൻഡർ ആണ്. അപ്പോൾ ഈ മിക്സർ ഗ്രൈൻഡർ വാങ്ങിച്ചിട്ട് എന്തുവാ ഇത്രയും ഷോ കാണിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഷോ കാണിക്കുന്നതൊന്നും അല്ല കേട്ടോ. ഫസ്റ്റ് ടൈം ആണ് ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു മിക്സർ ഗ്രൈൻഡർ ഞങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ മിക്സർ ഗ്രൈൻഡർ മാതിരി 3 ജാർ ഉണ്ട് ഇതിന്. അതെല്ലാത്തിനും സ്വാഭാവികമായിട്ടുള്ളത്. പക്ഷെ ഇതിൽ എക്സ്ട്രാ കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് ഞാൻ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇതിന്റെ ആധികാരികമായിട്ട് അറിയാവുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ എനിക്കറിയാവുന്നത് എന്നെ പോലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ കാണാം. അപ്പൊ ആ 3 ജാറ് കൂടാതെ ഇതുപോലെ ഒരു ജാറും കൂടി അതിൽ വരുന്നുണ്ട്. അതിനെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇപ്പോൾ മിക്സർ ഗ്രൈൻഡറിൽ വെച്ച ശേഷം ആയാലും ഒരു ലോക്ക് വീണ ശേഷം മാത്രമേ നമ്മൾ അത് യൂസ് ചെയ്ത് തുടങ്ങാറുള്ളൂ. പക്ഷെ അതുപോലെ തന്നെയാണ് ഇതും രണ്ടും ഇങ്ങനെ കണക്റ്റായി ഒരു ലോക്കുണ്ട്. ആ ലോക്ക് വീണില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടില്ല എന്നാണ് അർത്ഥം. അതിനുശേഷം ഇതുപോലെ ബ്ലേഡിന്റെ ആകൃതിയിൽ ഒരു പ്ലാസ്റ്റിക് ഹോട്ട് ഉണ്ടാവും. അതിനെ നമ്മൾ മാറ്റിയിട്ട് വേണം ഈ ബ്ലേഡ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അത് വെക്കേണ്ട വിധം കാണിക്കുവാണ്. നോക്കിക്കോളൂ, ഇങ്ങനെ ഈസിയാണത്. അതിന്റെ കാര്യത്തിൽ ടെൻഷൻ ആവുകയൊന്നും വേണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അടിഭാഗമാണ്. ഈ ഒരു പോർഷൻ അടിഭാഗമാണ്. പക്ഷെ അത് ചിലർക്ക് മനസ്സിലാവണമെന്നില്ല. ചിലരതിനെ തിരിച്ചെടുത്ത് വെച്ചു കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ തന്നെ മാത്രം അതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പൊ തന്നെ അത് ഓക്കെ ആയി, അതവിടെ ഫിറ്റായി. അതിനുശേഷം വരുന്നതെന്ന് പറഞ്ഞാല് ഇതുപോലെ സ്ലൈസ് ചെയ്യേണ്ടതും ഗ്രൈൻഡ് ചെയ്യേണ്ട സാധനങ്ങളാണേ. ഇങ്ങനെ 2 ബ്ലേഡ് വരുന്നുണ്ട്. അപ്പോൾ ഇത് വെക്കുന്ന എങ്ങനെയാന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വരും. അതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം ഇതുപോലൊരു അടപ്പുണ്ടാവും. അതിനെ ഇങ്ങനെ ഈ ഒരു കോട്ടിങ് വരുന്ന ഭാഗം തന്നെ കൃത്യമായിട്ട് എടുത്തിട്ട് ബ്ലേഡ് കണ്ടോ, ഈ ബ്ലേഡിനെ ഈ വരുന്ന ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു ഹോളിലേക്കാണ് ആദ്യം വെച്ച് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കയറി ഇങ്ങനെ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, ഈ വരുന്ന പോർഷൻ ഈ ഒരു ഹോളിനകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് വരുന്ന പോർഷനെ ഇവിടെ വരുന്ന ഒരു ഇത് കണ്ടോ ബട്ടൺ, അതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. തിരിച്ച് അതുപോലെ തന്നെ അതിനെ ഈ 2 കൈ കൊണ്ടും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉയർത്തി കൊടുത്താൽ അതുപോലെ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ബ്ലേഡും അതുപോലെ തന്നെയാണ്. സെയിം രീതിയിൽ തന്നെയാണ് വെക്കാനുള്ളത്. അതും അതുപോലെ. ഞാൻ ഇന്നാണ് ഇത് എടുത്തു നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം ഇന്നാണ് ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ വിചാരിച്ചു ഇത് അറിഞ്ഞുകൂടാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. ഇതിനെ ഇതിനകത്തേക്ക് വെക്കുക. എന്നിട്ട് നമ്മുടെ അടപ്പെന്ന് പറയുന്ന ഇതാണ് കേട്ടോ, ജാറിന്റെ മൂടി ഇതാണ്. അപ്പൊ അതിനും ഒരു ലോക്കുണ്ട്. നമ്മളിങ്ങനെ ഈ വരുന്ന പോർഷൻ കണ്ടല്ലോ, ഇതിലേക്ക് ലോക്ക് ആവണം. അതിനെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതും കൃത്യമാവില്ല. അപ്പൊ അതിനായിട്ട് ഇങ്ങനെ സൈഡ് ചരിച്ച് വെച്ച ശേഷം അതിപ്പോ ലോക്കായി. ഇനി അത് എങ്ങനെ നോക്കിയാലും അത് തുറന്നു വരത്തില്ല. അതുപോലെ തന്നെയാണ് അതിനെ കറക്കി തന്നെ എടുക്കണം. നമ്മൾ ചില നേരം ഇങ്ങനെയൊക്കെ ഒന്ന് വലിച്ചു നോക്കുമ്പോഴേക്കൊന്നും വരില്ല. അപ്പൊ നമ്മൾ അത് എങ്ങനെയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പ്രസ് ചെയ്ത് അത് കേടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് മാത്രം അത് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് എന്താണ് ചോപ്പ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പോർഷനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു മൂടി ഉണ്ടാവും. ഇതിന്റെ മൂടി എന്ന് പറയുന്ന ഇതാണ്. ഇതിനെ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്യുക. എന്നിട്ട് 2 മിനിറ്റ്സ് ആണോ 3 മിനിറ്റ്സ് ആണോ മിക്സിയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സാധാ
എങ്ങനെയാണോ നമ്മൾ ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് അതേമാതിരി നമുക്ക് എടുക്കാം. ഓവറായിട്ട് വെജിറ്റബിൾസ് ഇട്ട ശേഷം നമ്മളിട്ട് അതിനെ നമ്മൾ ഈ മീനിനൊക്കെ എടുക്കുന്ന അരപ്പ് അടിക്കുന്ന പോലെ ഇട്ട് അടിക്കാൻ പാടില്ല. അത് വെജിറ്റബിൾസ് ആവുമ്പോൾ അതിനൊരു മയമുണ്ട്. ഒരു 3 മിനിറ്റ്സോ 2 മിനിറ്റ്സോ മാത്രം വെച്ച് നമ്മളതൊന്ന് കറക്കിയെടുക്കുക. എന്തായാലും ഞാനിപ്പോൾ ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബീട്രൂട്ട് എങ്ങനെയാണ് ഇതിൽ അടിച്ചെടുക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ചിലര് ഇതിനെ മുഴുവനായിട്ട് ബീട്രൂട്ടിനെ വലുതാണെങ്കിലും ആവറേജ് പരുവത്തിലിരിക്കുന്ന ആണെങ്കിലും ഒക്കെ മുഴുവനോടൊക്കെ ഇടുന്നത് കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും ഒരു ടെൻഷൻ വരെ ഫസ്റ്റ് യൂസ് ആയതുകൊണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അതിനെ ഒരു 6 ആക്കിയൊക്കെയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അത് ഈ ഒരു സൈസിലൊക്കെയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ചെറിയൊരു ടെൻഷനുണ്ട്, ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും അത് വരുന്നതെന്ന് അറിയില്ലല്ലോ. ആദ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, പിന്നെ പിന്നെ അത് നമുക്കത് ശീലമായിക്കോളും. അപ്പം എന്തായാലും ഇപ്പം ആ ഒരു ബ്ലൈഡ് വെച്ചിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യാതെ ഈ ബീട്രൂട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇതിനെ അങ്ങ് മൂടി അതിനെ അങ്ങ് അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ വേറെ നമ്മൾ പ്രത്യേകിച്ച് ബ്ലേഡോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ പരുവത്തിനെ വെച്ചേക്കുന്നത്. ഇനി ഈ ഒരു അടപ്പ് വെച്ച് പ്രസ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് നോക്കാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് വെജിറ്റബിൾ കട്ടർ യൂസ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് തന്നെ ഒരു ടെൻഷനുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഇത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വീണ്ടും വീണ്ടും അത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മളത് തനിയെ നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോഴല്ലേ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്തബദ്ധം പറ്റിയാലും അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരും കേട്ടോ. ഞാനത് എന്തായാലും മറച്ചു വെക്കത്തൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് അടിച്ചു നോക്കാം. എന്ത് പരുവാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിങ്ങനെ ഇളക്കി എടുക്കാം കേട്ടോ. അതിനി ടെൻഷൻ ആവരുത്. ആ പോർഷൻ എന്ത് പറ്റിയെന്നൊന്നും ചിന്തിക്കരുത്. അപ്പൊ നമുക്കതൊന്ന് നോക്കാം കേട്ടോ. അടിച്ചത് എങ്ങനെയായി എന്നുള്ളത് നോക്കാം. ഓക്കെ, തന്നെ അത് അടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചോപ്പറിലൊക്കെ നമ്മൾ എടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ചെറിയ രീതിയിൽ നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ആ ഒരു ടെൻഷൻ എനിക്ക് മാറി കിട്ടി. ഇനിയിപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് ഇതുപോലെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പ്രത്യേകം ചോപ്പറിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഇപ്പൊ ഇത്രയും നാൾ നമുക്ക് ഹെൽപ്ഫുൾ ആയിരുന്നത് ചോപ്പറാണ്. അപ്പൊ അതിനും പകരം ഇനി ഓണിയനും ഇതുപോലെ ഞാൻ സ്ലൈസ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാന്നുള്ളത്. അപ്പൊ എന്തായാലും ഇത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബീട്രൂട്ട് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി തോരൻ വെക്കണം, അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ അടുത്തത് കുറച്ച് തേങ്ങ. നമുക്ക് തേങ്ങ എങ്ങനെയാണ് ഇതിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിത് ജാറെടുത്തു. അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അത് അതിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ഈ അടപ്പെടുത്ത് ഇതിലേക്ക് അടയ്ക്കുക. അടച്ചു വെച്ച ശേഷം തേങ്ങ നമ്മളിങ്ങനെ പൂളി എടുത്തേക്കുവാണ് കേട്ടോ. അതിന് നമ്മൾ കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ടിട്ട് ഇപ്പൊ ഇത്ര ഇട്ടിട്ടുള്ളൂ. നമുക്ക് ഫസ്റ്റ് ടൈം അല്ലേ. എന്നിട്ട് നമ്മൾ ഇത് വെച്ച് പ്രസ് ചെയ്തിട്ട് അതിനങ്ങ് അടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. നമുക്കൊന്ന് കാണാം കേട്ടോ. ഇതിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അപ്പൊ നമ്മൾ കോക്കനട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് കാണാം. നമ്മൾ ഈ സാധാരണ ചിരവി എടുക്കുന്ന മാതിരി ഒന്നും അത്ര പെർഫെക്ഷൻ അവിടെ വരത്തില്ലായിരിക്കാം. നമുക്കൊന്ന് നോക്കാം എന്തായാലും. ഓക്കേ, ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. ഈ പരുവത്തിനാണ് കിട്ടുന്നത്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. അരഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. പക്ഷെ കൊള്ളാം കേട്ടോ. നമുക്ക് അമ്മമാർക്കൊക്കെ സുഖമില്ലാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ അവർക്ക്
തേങ്ങ തിരുമാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതൊരു ഉപയോഗം തന്നെയാണ് കേട്ടോ. പുട്ടിനൊക്കെ പറ്റിയ പരുവമല്ല ഇത്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇതൊക്കെ നമ്മുടെ തോരനൊക്കെ പറ്റിയ ഒരു പരുവമാണ് കേട്ടോ. കറിക്കൊക്കെ പറ്റിയ പരുവമാണ്. പക്ഷെ പുട്ടിനൊക്കെ ഇത്തരത്തിൽ പറ്റില്ല. നമുക്ക് എന്തായാലും ചിരവയിൽ ഇങ്ങനെ തിരവി എടുക്കുന്ന മാതിരിയെ ചിരവയിൽ ചെറിയ എടുത്താലേ നമുക്കത് പറ്റത്തുള്ളൂ കേട്ടോ. ഇപ്പൊ എന്തായാലും തോരന് പറ്റിയ പരുവമാണ്. തോരനും മറ്റു കറികൾക്കൊക്കെ പറ്റിയ പരുവത്തിൽ തന്നെയാണ് ഇത് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ദേ നമ്മുടെ തേങ്ങയെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്തതായിട്ട് കുറച്ച് സവോള ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി വെച്ചേക്കുന്നതാണ്. അപ്പോൾ സവോള എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്ക് എന്തായാലും ഇന്നൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് സവോള കട്ട് ചെയ്യാനായിട്ട് ദേ ഈ ബ്ലേഡാണ് കേട്ടോ എടുക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ബ്ലേഡ് എടുത്ത് ഞാൻ പറഞ്ഞു തന്ന മാതിരി ദേ ഇങ്ങനെ ആ ഹോള് വഴിയിട്ട് ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ദേ ഇതിനെ ഇതിലേക്ക് വെക്കാം. ഇങ്ങനെ വെച്ചു കൊടുക്കാം. വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ചെയ്തു. അതിനുശേഷം ഇതിലേക്ക് നമ്മളിങ്ങനെ സവോള ഇട്ട് കൊടുക്കുക. നമുക്ക് തൽക്കാലം ഈ 3 ഒന്ന് എങ്ങനെയായിരിക്കും കട്ട് ചെയ്ത് വരിക എന്നറിയില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാവേ ആദ്യം. അപ്പൊ നമുക്ക് ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും ഇതെന്നുള്ളതൊന്ന് നോക്കാം. കട്ട് ചെയ്ത് വരുന്നത് ഓക്കെ. അപ്പോൾ പറയുന്നത് ശരിയാണ് എന്നുള്ള രീതിയിൽ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ദേ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ കട്ട് ചെയ്ത് വന്നേക്കുന്നത്. എനിക്ക് തോരനൊക്കെ അരഞ്ഞ് കിട്ടിയേക്കാളും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. സവോള നല്ല രസമുണ്ട് കേട്ടോ കട്ട് ചെയ്ത് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കിയെല്ലാം ദേ ഈ ഇരിക്കുന്ന ഇത്രയും സവോളയെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് നമ്മുടെ ആ ഒരു ഗ്രേറ്റിംഗ് ജാർ ഉപയോഗിച്ച് നമുക്ക് നോക്കിയ 7-8 സവാളയാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ എന്തുമാത്രം യൂസ്ഫുൾ ആണെന്ന് നോക്കിയാൽ, ചിലർക്ക് സവാള അരിയുമ്പോഴേക്കും കണ്ണ് നീറും. കണ്ണ് നീറ്റിലുള്ളവർക്കൊക്കെ ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു മിക്സർ ഗ്രൈൻഡറുമാണ്, അതിൻ്റെ കൂടെ കിട്ടുന്ന ജാറുമാണ്. ശരിക്കും പറഞ്ഞാൽ അത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ കണ്ണ് നീറ്റലുകാരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേഗം ഈ പ്രീവിയസ് സോഡിയാക്കിൻ്റെ ഈ ഒരു മിക്സർ ഗ്രൈൻഡർ മേടിക്കുക. നിങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഓണിയൻ കട്ട് ചെയ്യണം, മാവ് കുഴയ്ക്കണം എന്നൊക്കെയുള്ളൊരു തോന്നൽ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് മാവ് ഒന്ന് കുഴച്ച് നോക്കാം. അതിന് ഞാൻ ഗോതമ്പ് മാവ് എടുക്കുവാണ്. ഗോതമ്പ് മാവ് ഒന്ന് ഇതിലേക്കൊന്ന് തട്ടിക്കൊടുക്കുവാണേ. ഗോതമ്പ് മാവ് ഒന്ന് തട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ആവശ്യത്തിന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് മാത്രം ഒരു ഗ്ലാസ്സിൽ ഇച്ചിരി വെള്ളം. എങ്ങനെയായിരിക്കും ഇത് വരുന്നതെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം.
അതേ നമ്മുടെ മാവ് നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചതേ ഇല്ല. ഒരുപാട് സന്തോഷമായി എനിക്ക്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ കാണിക്കുന്ന സമയത്ത് ഞാൻ അയ്യോ നോക്കിയാൽ നല്ല മയമുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെറുതെ കാണിക്കുവാന്നാ വിചാരിച്ചത് കേട്ടോ. പക്ഷെ നോക്കിയേ നല്ല മയമുണ്ട് കേട്ടോ. ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ ഇച്ചിരി കൂടി ഒരു സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കേ, ഓ മാവും റെഡി ആയിട്ടുണ്ട്. നോക്കൂ, ചപ്പാത്തിക്കുള്ള മാവൊക്കെ റെഡിയായി. അപ്പോൾ സവോളയായി, മാവായി. അപ്പൊ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കുട്ടികളെ സ്കൂളിലൊക്കെ പറഞ്ഞു വിടുന്നവർക്ക് എന്ത് എളുപ്പമായിരിക്കും. മാവ് കുഴിക്കണമല്ലോ, സവാള ഒക്കെ ഇത്രയും അരിഞ്ഞുകൊണ്ട് നിൽക്കണമല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഈസി ആക്കി തരുമല്ലേ നമ്മുടെ പ്രീതി സോഡിയാക്ക്. നമുക്ക് അടുത്തത് ജ്യൂസറാണ് കേട്ടോ. ജ്യൂസർ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണേ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇങ്ങനെ ഒരു അരിപ്പുണ്ടാവും കേട്ടോ അതിനകത്ത്. അതിനെ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല പൈനാപ്പിൾ ഉണ്ട് കേട്ടോ, നല്ല സ്വാദുണ്ട്. അപ്പോൾ വിചാരിച്ചു അതൊന്ന് ഇതിൽ ജ്യൂസ് അടിച്ച് കാണിച്ചു തരാം. അപ്പം എങ്ങനെയാ ജ്യൂസ് അടിക്കാന്ന് കാണിച്ചു തരാം. ഈ അരിപ്പിനകത്തേക്ക് വേണം നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഇടാനായിട്ട്. പുറത്ത് പോകാനായിട്ട് പാടില്ല. അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. ഓക്കെ, ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ ആവശ്യത്തിന്. നല്ല മധുരം ഉണ്ടെങ്കിൽ അത്രയും മധുരത്തിന്റെ ആവശ്യം വരില്ല. എന്നാലും മധുരം ഒരുപാട് ഇഷ്ടമുള്ളവര് ഇച്ചിരി കൂടുതൽ ഷുഗർ ചേർത്തോളൂ. ഷുഗർ ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ ഈ ലോക്ക് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിനെ ഇങ്ങനെ വെച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് അടിച്ചെടുത്ത് നോക്കാം. ഇനി നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഒഴിച്ചെടുക്കാം കേട്ടോ. ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ഗ്ലാസ്സിൽ ഡയറക്റ്റ് ആയിട്ട് എടുക്കാതെ ഇങ്ങനെ എടുത്തത് കേട്ടോ. ഇനി നമുക്ക് അതുപോലെ അത് തിരിച്ച് അടച്ചു വെക്കാം. അപ്പോൾ ഒരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് ഇങ്ങനെ ഒഴിച്ചെടുക്കാം. എന്നിട്ട് കുടിച്ചു നോക്കിയിട്ട് ഞാൻ എപ്പോൾ അഭിപ്രായം പറയാവേ. സൂപ്പറായിട്ടുണ്ട്. ഇവിടെ മധുരം കുറച്ച് കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഷുഗർ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഷുഗർ ആഡ് ചെയ്യാതിരുന്നാൽ ഫ്രഷ് ജ്യൂസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജ്യൂസറും നമ്മുടെ ഗ്രേറ്റർ ജാറും കാര്യങ്ങളും ഒക്കെ ഉപയോഗം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഇത് പ്രീതി സോഡിയാക്കിൻ്റെ ഈ ഒരു മിക്സർ ഗ്രൈൻഡർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്യുക, എങ്ങനെയാണെന്നുള്ളത് നോക്കുക. നല്ല വ്യക്തമായിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.